Aliens. കറുപ്പായി തുണിക്കട പരസ്യം. ഷേവിംഗ് സെറ്റ്, ബ്രഷ്, ക്രീം. നീ ഷേവ് ചെയ്യാൻ പോവാ? ഷേവ് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. കൊണ്ടു കൊടുക്കും, വേണം സ്വന്തമായിട്ട് ഷേവ് ചെയ്യട്ടെ. ആര്? കനമച്ചൻ. ഞാൻ അതല്ല ചോദിച്ചത്, നീ താടി പഠിക്കാൻ പോവാണോന്ന്. ഇതാ ഇത് ഞാൻ ജനിച്ചപ്പോൾ ഇതെടുക്കുന്നില്ല. കനമച്ചമ്പി ഇന്നലെ പോലെ കൊടുത്ത കുറ്റി താടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. നിനക്കൊക്കെ തമാശ. പാവം, അവന് താടി വെക്കണതേ ഇഷ്ടമല്ലാത്ത ഒരുത്തനാ. എൻ്റെ മനസ്സിന്റെ വിഷമവും കൊണ്ട് വളർത്തുന്നതാ. അപ്പൊ താടി എടുത്ത വിഷമം മാറും. അങ്ങനെ അത് ഞാൻ ഇത് കൊണ്ട് കൊടുത്തിട്ട് ഒരു ഉപദേശം വെച്ചു കൊടുക്കാം. ചെല്ലങ്ങോട്ട് ഉപദേശിക്കാൻ. അവന്റെ മുമ്പിലൊന്നും ചെന്ന് പെടണ്ട. ഭ്രാന്ത് കയറിയിരിക്കുക. നല്ലത് പറയും, വായിരിക്കണ മുഴുവൻ കേൾക്കേണ്ടി വരും. ലില്ലി ഒന്ന് വന്നായിരുന്നെങ്കിൽ എന്തായതാന്നൊന്ന് ചോദിക്കാൻ അവളെയും പുറത്ത് കാണണില്ല. ലില്ലി ഇങ്ങോട്ട് വേണ്ടല്ലോ. തങ്ങച്ചേട്ടത്തേക്ക് അങ്ങോട്ട് പോയി ചോദിച്ചൂടെ എന്താ കാര്യം? ഞാൻ എൻ്റെ പൊന്നെ അവിടെ നിന്നപ്പോഴത്തേന് എൻ്റെ പൊന്ന് കനക താടിയൊക്കെ എടുത്തൊന്ന് കുളിക്കടാന്ന് പറഞ്ഞു. ഞാനോട് തന്നെ വെട്ടി കീറി കറി വെച്ചെന്ന് അത്രയും പറഞ്ഞു. എത്ര വർഷം നിന്നാലും ആ കറി ഞാൻ കൈ കൊണ്ട് തുറത്തില്ല. ഞാൻ നോക്കിച്ചോട്ടെ, നിങ്ങളിൽ ആരാണ് മൂത്തത്? രണ്ടുപേരും അങ്ങോട്ട് എടാ പൊടി എന്ന് വിളിക്കുന്നുണ്ട്. അല്ല, എനിക്ക് അറിയാൻ മേലായിട്ട് പോയി ആരാ മൂത്തത്? മൂത്തത് ഒരു 1.5 കൊല്ലമായിട്ട് അവനാ മൂത്തത്. 1.5 കൊല്ലത്തിന്റെ മൂപ്പുണ്ടോ? അങ്ങനെ 2 അടി ഒരു പിച്ചൊക്കെ കൊടുക്കാം. പോടാ അവിടെ നിന്ന്. തമാശ പറഞ്ഞാൽ തമാശ. ഞാനതല്ല ആലോചിക്കുന്നത്. ഇന്ന് വരെ സാർമാരുടെ കയ്യിൽ നിന്നൊരു വഴക്കോ ഒരു സസ്പെൻഷനോ ഒന്നും കിട്ടാത്തതാ കനകന്. ഇതിപ്പോ ക്ലീറ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഡൽഹിക്ക് പോയി പിറ്റേന്ന് തന്നെ അവന് സസ്പെൻഷനും കൊടുത്ത്. അതൊന്ന് തിരിച്ചിട്ട് നോക്കും. എന്തെന്ന് സസ്പെൻഷൻ തിരിച്ചിടാൻ പറ്റുമോ? സസ്പെൻഷൻ തിരിച്ചിടുന്ന കാര്യമല്ല. കനകമച്ചമ്പിക്ക് സസ്പെൻഷൻ കിട്ടാൻ നോക്കിയിരുന്നാണ് ക്ലീറ്റമച്ചമ്പി ഡൽഹിക്ക് പോയത്. സമാസം ബഹുപ്രീകി വേണ്ടാതിനെ പറയല്ലേ റൊണാൾഡേ. അഹങ്കാരം പറയുന്നു. ക്ലീറ്റോ ഇതുവരെ അങ്ങനെ കനകനെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കുവോ? അങ്ങനത്തെ അത്രയും ദുഷ്ടനാണോ ക്ലീറ്റോ? ക്ലീറ്റമച്ചമ്പി ദ്രോഹിച്ചിട്ടില്ലയോന്നോ? എന്തെല്ലാം പണികൾ കൊടുത്തേക്കുന്നത്? അതെന്ത്? അതൊക്കെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് തള്ളമാര് പിള്ളേരെ വേദന എടുപ്പിക്കാതെ അടിക്കൂലേ? അതുപോലെ ഇതതുപോലെയാണോ? അങ്ങനെ ക്ലീറ്റോ ചെയ്യുവോ? പണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പണികൾ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ഏറ്റിട്ടുണ്ടോ? എല്ലാം ഒന്നും ഏറ്റിട്ടില്ല. പക്ഷെ ഇത് ഏറി ഏറ്റു. എടോ ഒന്ന് പതുക്കെ പറയട്ടെ. ഇതെങ്ങാനും അവന്റെ കാതിൽ ചെന്ന് കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവനത് മതി. അല്ലെങ്കിലേ മുഴുവൻ തെറ്റിദ്ധാരണയായിട്ട് ഇരിക്കുകയാണ്. ഇനി ഇതും കൂടി കേട്ടാ മതി ഭ്രാന്ത് പിടിക്കാൻ. അയ്യോ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. എല്ലാം മിണ്ടല് കേട്ട ആർക്കും ഒരു ഭ്രാന്തും പിടിക്കട്ടെ. നീ ഇപ്പം അത് കൊണ്ട് കൊടുക്കാൻ പോവാണെങ്കിൽ അത് കൊടുത്തിട്ട് ആ ലില്ലിനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് എന്താ ഏതാന്നാ പെണ്ണോടൊന്ന് ചോദിക്കട്ടെ. ഇത് കൊടുത്തിട്ട് എൻ്റെ തൊണ്ടക്കുഴിക്ക് അല്പമെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ലില്ലിപ്പെണ്ണെ താഴെ വീട്ടിൽ തങ്ങൻ ചേട്ടത്തി തിരക്കുന്നെന്ന് പറയാം കേട്ടോ. ടീച്ചറെ ഒന്നും വരുത്താതിരുന്നാ മതിയായിരുന്നു. എനിക്കൊന്നും വരത്തില്ല ചേട്ടത്തി. നിന്റെ കാര്യം ആരും ഇവിടെ ചോദിച്ച്? ഞാൻ എൻ്റെ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞ അവന് ആദ്യം മൂത്ത് വേറെ ഒന്നും വരാതിരിക്കട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിച്ചതാ. ചെറുക്കനുണ്ട്, ഒരു പെങ്ങളുണ്ട്. അവളോട് വരാൻ പറയണേ. ലില്ലിപ്പെണ്ണേ, അച്ഛമ്മേ, വിഷമൊക്കെ മാറിയോ? ഇതിലെ പണ്ടുള്ളവർ പറയത്തില്ലേ, ഡിസ്പ്ലേ വിട്ട് ശരിയാക്കി കൊണ്ടുവന്ന് മൊബൈലിൻ്റെ ചാർജ് ചെയ്തെന്ന് പറഞ്ഞ പോലെ ആയ പോലെ കാര്യങ്ങൾ. സസ്പെൻഷനിലൂടെ കനകമച്ചമ്മയുടെ തൊപ്പി തെറിക്കാൻ നോക്കിയിരുന്ന പോലെ ക്ലീറ്റമച്ചമ്മ ഡൽഹിക്ക് പോയത്. ആലോചിച്ച് നോക്കിയിട്ട് പോലും. എന്നാലും മച്ചമ്മ അതിനകത്ത് വേവരാതിപ്പെടേണ്ട കാര്യമില്ല. എനിക്കിഷ്ടം കനകമച്ചമ്മയുടെ പഴയ മുഖം. ഞാൻ എൻ്റെ പൈസ കൊടുത്ത് വെച്ച ഷേവിംഗ് സെറ്റ്, ക്രീമും ബ്രഷും ഷേവ് ചെയ്ത് പഴയതുപോലെ ആവും. ബ്ലഡ് വന്നോ? കുട്ടിയാ? എന്റെ കൊച്ചുകളെ പെണ്ണുങ്ങളെ കളിച്ചിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് എന്നോട് അതെന്താന്നറിയോ? എല്ലാം ഒരേ ചേരിയാ. തകചേട്ടത്തി പറഞ്ഞു ലില്ലിപ്പെണ്ണ് സമയം കിട്ടുമെന്ന് താഴോട്ട് എല്ലാം പറഞ്ഞു. അത് കനകമച്ചമ്മ അറിയണ്ടെന്ന് പറഞ്ഞു. എന്തിന്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നിന്ന് ആരെങ്കിലും താഴോട്ട് പോയാ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു കയറരുത്. മനസ്സിലായല്ലോ?
നീ കൂടെ കേന പറഞ്ഞത്. കനകങ്ങളെ എന്റെ ഒരു പേർ ഷൂ അവിടെ ഇരിപ്പുണ്ട്, അത് പോയി എടുക്കാൻ വേണ്ട. എന്നാ വേണ്ട. ആ അതിനേക്കാളും വലിയ നഷ്ടത്തില്ല ഞാൻ. ഏട്ടാ ശരിക്കും ക്ലീറ്റോ ചേട്ടൻ അല്ല ഏട്ടന്റെ സസ്പെൻഷന് അടുത്തത് നിനക്കാ പറഞ്ഞില്ല വേണ്ട. ഷേവ് ചെയ്യാനുള്ള കുന്തം മേടിച്ചിട്ടുണ്ട് നിൽക്കണത് എല്ലാം കണക്കാണ്. എന്തുവായിരുന്നല്ലോ അവിടെ? ഭയങ്കര ബഹളം കേട്ടല്ലോ. ചേട്ടത്തി ചേട്ടാ, ഉവ്വാ, കാട്ടുപന്നി അമറണ പോലെ ഉണ്ടായിരുന്നു. കാട്ടുപന്നിയുടെ അമർക്കാൻ ചേട്ടത്തി എങ്ങനെ അറിയാം? ആ, ഞാൻ കേട്ടിട്ടുണ്ട് യൂട്യൂബില്. എന്തേ? എന്നാ അത് കാട്ടുപന്നി അമറിയതല്ല, പിന്നെന്തോ? ഞാൻ അമറിയതാണ്. ഇങ്ങോട്ട് നോക്ക്. എന്തോന്നുമില്ലല്ലോ. ഇവിടെ തടിച്ചിരിപ്പുണ്ടോ? അതിപ്പം അവിടെ മാത്രമല്ലല്ലോ തടിച്ചിരിക്കുന്നത്. മാറിക്കേ. ഇവിടെ തെണുത്ത പാട് മുഴയോ വല്ല വീക്കോ ഉണ്ടോ നോക്ക്. ഇവിടെ ചെറുതായിട്ട്. എന്താ അത്? ഞാൻ അവിടെ ചെന്ന് ആ ഷേവിങ് സെറ്റ് ഒന്ന് കാണിച്ചതാ. കനകമച്ചമ്പ കൈ ഇരുന്ന ഒരു സൂത്രം എടുത്ത് ഓരോ ഒറ്റ ഏറി. എന്തൊരു ഉന്നവാർക്ക് കൃത്യ കൊള്ളേൻ്റെ അടുത്ത് തന്നെ കൊണ്ടത് കുറച്ച് നേരത്തേക്ക് എന്നെ ബോധം പോയി. നിനക്ക് അല്ലെങ്കിലും ബോധം ഇല്ലല്ലോ. ബോധമുള്ള ആരെങ്കിലും ഇപ്പം അവൻ്റെ അടുത്തോട്ട് പോവോ ഉപദേശിക്കാനായിട്ട്? ഞാൻ നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്, ഇപ്പം പോവണ്ട, അവനോട് പറയണ്ട, അവൻ ഭ്രാന്ത് പിടിച്ചിരിക്കുവാണ്, നിന്നെ അടുത്ത് വട്ടോടിക്കൂന്ന്. അപ്പം നിനക്കത് വേണം. അതെന്തൊരു വർത്താനമാണ്? പായസം പട്ടാളം ഭ്രാന്ത് പിടിച്ചിരിക്കാന്ന് പറഞ്ഞ് ഇന്ത്യൻ പട്ടാളം പേടിച്ചോടുവോ? അതിനെ കിട്ടത്തില്ല. എന്നാ പിന്നെ അനുഭവിച്ചോ. പിന്നെ ഞാൻ ചെന്ന് പറഞ്ഞു എല്ലിപ്പണ്ണിനോട്, തങ്കം ചേട്ടത് തിരക്കുണ്ട്, സമയം കിട്ടുമോ ഇങ്ങോട്ടൊന്ന് വരണോ. ഓ, അത് വലിയ ഉപകാരം എൻ്റെ പൊന്നെ. പക്ഷെ വരാൻ സാധ്യത വളരെ കുറവാണ്. എന്താ? കാരണം ഇങ്ങോട്ട് വന്നാൽ തിരിച്ച് അങ്ങോട്ട് കയറുന്ന കനകമച്ചമ്പി ശക്തമായ താക്കീത് പ്രസ്താവിച്ചു. അതെങ്ങനെ അവനറിഞ്ഞു? നീ അവളോട് പറഞ്ഞ കാര്യം? ഞാനിത് പറയുമ്പോൾ കനകമച്ചമ്പിയോടെ കേട്ടോണ്ടിരിക്കുമല്ലേ. അപ്പൊ നീ അവൻ കേക്കാണ് പറഞ്ഞത്? എന്നെ കേക്ക പറയാതെ. അതെ, പുള്ളിക്കാരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് എഴുന്നേറ്റ് മാറിയാലേ എനിക്ക് ലില്ലിപ്പൻ്റെ അടുത്ത് രഹസ്യം പറയാൻ പറ്റൂ. പുള്ളി പ്രതിമ കണ്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ കട്ടക്കലിപ്പുമായിട്ട്. അത് ചെയ്യാൻ പറ്റൂ? അടുപ്പ് നോക്കാനോ അല്ലൂടെ. നീ ഒരു അസാധാരണ ജന്മാണല്ലോ എന്ന് വിചാരിച്ച് നോക്കിയത് എൻ്റെ പൊന്നെ. ഒരാൾ അവിടെ കൈയിട്ടിട്ട് എറിയാനും ഇവിടെ ഒരാൾ നാക്കോട്ട് ആക്ഷേപിക്കാനും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തേക്കണം. ഇങ്ങ് വാ എന്നാ. എന്തോ? തേങ്ങ ഒന്ന് ചിരണ്ടിത്ത. ഞാൻ ഈ കൊറണ്ടിയെ തറയിരുന്ന് ഇവിടെ കേറിയിരുന്ന് ചിരണ്ടിക്കോ ഒന്ന്. പൊക്കോ 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 പൊക്കോ. ഞാൻ തന്നെ ചെയ്തോളാം എൻ്റെ പൊന്നെ. എന്താണ് പരിപാടി? ബാത്റൂമില് ഭക്ഷണം വേണ്ടാന്ന് വിചാരിച്ച് ബാത്റൂം വേണ്ടാന്ന് നോക്കാൻ പറ്റില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കനകങ്ങള് സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്തതേ ക്ലീറ്റസ് അങ്ങളാണ്? ഈ സസ്പെൻഷൻ മേടിക്കാൻ കിട്ടുന്ന സാധനം എവിടെ കിട്ടും? സൂപ്പർ മാർക്കറ്റിൽ കാണും. തമാശ കളിക്കലട്ടെ, അതല്ല ഉദ്ദേശിച്ചത്. പണി കൊടുത്തത് ക്ലീറ്റസ് അങ്ങൾ പണി കൊടുത്തതാണ് ഈ സസ്പെൻഷൻ മേടിച്ചു കൊടുത്തതെന്ന്. 99% സാധ്യത കൂടുതലാണ്. കാര്യം ക്ലീറ്റസ് മച്ചമ്പിക്ക് തന്നെ സ്വന്തമായിട്ട് സസ്പെൻഷൻ നേടിയെടുത്ത ആളാണ്. അതെങ്ങനെ? 3-4 കൊല്ലം മുമ്പ് അണ്ടിയാപ്പീസിന്റെ ഓണപ്പണ്ട് പിരിവ് നടത്തിയതിനകത്തുനിന്ന് ഒരു തിരിമറി. അങ്ങനെ പാർട്ടി 4 മാസം സസ്പെൻഡ് ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ സാധ്യത ഉണ്ട്. ഇത് അതുപോലെ അല്ലല്ല, ഞാൻ ചോദിച്ചു പണി കൊടുത്താണ് മനഃപൂർവ്വം. കാര്യം ഞങ്ങൾ കൊടങ്ങാവള ഫാമിലിയുടെ രക്തം എന്ന് പറയുന്നത് പാമ്പിന്റെ രക്തമാണ്. അവിടെയുള്ള എല്ലാവരും പാമ്പാണ് എന്നല്ല, പാമ്പിന്റെ കൂട്ട് പക കാത്തു സൂക്ഷിക്കുന്ന രക്തം ഞങ്ങളുടെ കൊടങ്ങാള ഫാമിലിയുടെ ഓരോ ഞരമ്പിലൂടെ ഓടുന്നത്. ഞങ്ങൾക്കിട്ട് പണിഞ്ഞ കൃത്യമായിട്ട് ഞങ്ങൾ തിരിച്ചു കൊത്തും. ചുമ്മാ പറയണല്ലേ, പാമ്പിനെ നോവിച്ചിട്ട് കഴിഞ്ഞാൽ തിരിച്ചൊന്ന് കൊത്തും. ഞാൻ ഇന്നേരം കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒന്നും ചെയ്യണത്. പാമ്പ് തിരിച്ചൊന്നും കൊത്തത്തില്ലായിരിക്കും, പക്ഷെ കൊടങ്ങാളുള്ളവരെ പണിഞ്ഞ് അവർ തിരിച്ചൊന്ന് കൊത്തും. പണ്ട് ഞങ്ങളുടെ ക്ലീറ്റസ് മച്ചമ്പി കിടക്ക അപ്പൻ്റെ അപ്പൻ അയ്പെന്ന് പറയും. അയ്പ് മാപ്പിള എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിങ്കര കൊടങ്ങാവള എല്ലാവരും പറയും, ഭയങ്കര ഫേമസാ. അയ്പ് മാപ്പിളയുടെ അപ്പിപ്പക എന്ന് പറഞ്ഞാൽ നാട്ടിൽ മുഴുവൻ പാട്ടില്ലേ. അതായത് അയ്പ് മാപ്പിളയുടെ വസ്തു ഇങ്ങനെ നടക്കും. ഇതിനോട് ചേർന്നാണ് ദേവസി നാടാരുടെ പറമ്പ്, തെങ്ങുംപറമ്പ്. അയ്പ് മാപ്പിളയുടെ കുടുംബത്തിലെ കൊച്ചു പിള്ളാര് പോയി ദേവസി നാടാരുടെ പറമ്പി അപ്പിട്ടു. ഇതിനെ ചൊല്ലി വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര അടി. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചീത്തവിളി. ഈ ദേവസി നാടാൻ എന്ത് ഒരു കല്ലെടുത്ത് അയ്പ് മാപ്പിളയെ ഉന്നേക്ക് ഒറ്റ കയറി. മാപ്പിള ആരാ മോൻ?
പഴയ കളരിയാ. കൈവീശി കറക്കി ഒറ്റ ബ്ലോക്ക്. വന്ന കല്ല് തിരിച്ച് അതേപോലെ പോയി അയാളുടെ മൂട്ടിക്കൊണ്ടെന്നാ പറഞ്ഞു. 1 മാസം വരെ അയാൾ കിടപ്പായിരുന്നു. പിന്നെ അതേപോലെ പ്ലാത്താങ്കര പള്ളിയിൽ അഞ്ഞലൂല. ഇല്ല പോട്ടെ, അത്ര കഥയൊക്കെ അത്ര മതി. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പറയുന്ന കനകമച്ചമ്പിയുടെ സസ്പെൻഷൻ റദ്ദാക്കാൻ മാത്രമുള്ള ഒരു ഹോൾഡ് എനിക്കിപ്പോ ഇല്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് വേണേ നോക്കാം. അതല്ല പിന്നെ വേറെ എന്താ? സസ്പെൻഷൻ ഇതാക്കണം, അതൊന്നല്ല. എൻ്റെ പെയർ ഓഫ് ഷൂസ് അവിടെ കിടപ്പുണ്ട്, ഒന്ന് എടുത്തു തരാമോ? അയ്യോ, ആ ഷൂ ഇന്നലെ വേസ്റ്റ് വാരിയിട്ട് കത്തിച്ചത് പെട്ടോ? ഇല്ല, പെട്ടില്ല, അവിടെ കിടപ്പുണ്ട്. കത്തിച്ചാ എന്ത് വേണം? അല്ല, ഒന്ന് എടുത്തു തരാമോ പ്ലീസ്? എടുത്തു തരാം. ഒരു വാരം ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരു വാരം അങ്ങോട്ടും ചെയ്യണമല്ലോ. വൈകിട്ട് തട്ട് ദോശം ചമ്മന്തി ഓംലെറ്റ് അടിച്ചാലോ? ശരി, ശരി, ഞാൻ മേടിച്ചുതരാം. ആ ഷൂ സേഫ് ആയിട്ട് എടുത്തോളാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തരാം. ഓക്കെ, ശരി. കണ്ടോ ആ പഴയ രക്തം, പാമ്പിന്റെ രക്തമല്ല, മോതിരം വെച്ച് ഇടിച്ച് കയറ്റി വന്നു രക്തം. നെറ്റിയേറി. ചേട്ടനാണ്. അത് കനകൻ സാറ് തന്നെ. എടാ, അത് മനോവിഷമം കൊണ്ട് താടി വെച്ചത് സസ്പെൻഷൻ ആയല്ലേ? നീ വാ, ചോദിക്കാം. കനകൻ സാറേ ഉറക്കോ? അല്ല, കുളിക്കണ് കണ്ടൂടെ? ഇനി എനിക്ക് ഉറക്കമില്ലല്ലോ. നിന്നെ നിന്റെ നേതാവിനെ പൂട്ടിച്ചത് ഞാൻ അടങ്ങുള്ളാണ്. അപ്പൊ കൊടുത്താണോ? അല്ല, അപ്പുറത്തെ വായി നോക്കിയേ. ക്ലീറ്റസാ? ആ, അവന്റെ പേര് അവൻ ജയിച്ചെന്നാണ്. അവന്റെ തോൽവി തുടങ്ങുന്നേ ഉള്ളൂ. പുള്ളി പണ്ടേ തോറ്റാണല്ലോ. ഒന്നും മിണ്ടായിരിടാ. 10ാം ക്ലാസ് തോറ്റ കാര്യം ഞാൻ പറഞ്ഞത്. എടേ, അതിവിടെ എല്ലാവർക്കും അറിയാൻ തോറ്റോ. നീ കൂടുതൽ കിടന്ന് വിളമ്പാൻ നിൽക്കണ്ട. എൻ്റെ കനക സാറിന് അറിയത്തില്ല. ഈ ക്ലീറ്റസ് വാചോടി മാത്രമേ ഉള്ളൂ. ഈ ക്ലീറ്റസ് വിചാരിച്ചാൽ വല്ല കാര്യം നടക്കും. 10 പൈസയ്ക്ക് പ്രയോജനമില്ല. പിന്നെയാണോ സാറിൻ്റെ സസ്പെൻഷൻ? അമ്മ പറയാറുണ്ട്, നീർക്കോലി അടിച്ചാൽ അത്താഴം മുടങ്ങുമെന്ന്. അത്താഴത്തിന് കാര്യമാണോ? അത് പരിഹാരം ഉണ്ടാക്കാം. എൻ്റെ കനക സാറൊന്ന് മാറി ചിന്തിക്കും. ക്ലീറ്റസ് വിചാരിച്ചിട്ടൊന്നുമല്ല ഈ സസ്പെൻഷൻ വന്നത്. സാറിന് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും സസ്പെൻഷൻ കിട്ടിയത്. മാറി ചിന്തിക്കാനാ? എനിക്ക് ഒരു ചിന്തയേ ഉള്ളൂ. ആ ചിന്ത അങ്ങനെ തെറ്റാറുമില്ല. അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ അപ്പുക്കുട്ട സാറിൻ്റെ അടുത്ത് പറഞ്ഞേക്കണം, അവനെ പാർട്ടിനടുത്ത് ദൂരെ കളയാൻ. ഇല്ലെങ്കിൽ എന്നാൽ അങ്ങേർക്കും കൊള്ളാം, അവനും കൊള്ളാം, നിങ്ങൾക്ക് കൊള്ളാം. പറഞ്ഞല്ലോ വേണ്ട. അല്ല, ഇങ്ങനെ എന്ത് പറ്റി? പോയി എന്തോ അവൻ പറഞ്ഞത്? പുള്ളി ഫുൾ വയലന്റ് ഒന്നും. പുള്ളി എന്താ അപ്പുകുട്ട സാറിനെ ചീത്ത വിളിക്കുന്നത്, ക്ലീറ്റസിനെ ചീത്ത വിളിക്കുന്നത്, എന്നെ ചീത്ത വിളിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടി ഇല്ലാണ്ടാക്കും, എല്ലാം നശിപ്പിക്കും. പുള്ളി വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ക്ലീറ്റസ് കാരണമാണ് ആ സസ്പെൻഷൻ ആയെന്നാണ്. കണ്ടോ, ഇതാര് പറഞ്ഞ് മനസ്സിലാക്കും? അവനെന്തോ തലയ്ക്ക് സുഖമില്ലാതായിട്ടുണ്ട്. ആലോചിച്ചിട്ട് മനുഷ്യന് ഉറക്കവും വരുന്നില്ല. ഇതിപ്പോ എവിടെ ചെന്ന് അവസാനിക്കും? അല്ല, തങ്കത്തിനൊന്നും ഉപദേശിച്ചുകൂടായിരുന്നു? ബെസ്റ്റ്. ഒന്ന് ഉപദേശിക്കാൻ ചെന്നേൻ്റെ ആണ്ടെ തെറ്റി എറിഞ്ഞ് പരിപാടി ആക്കി വെച്ചേക്കുന്നു. ഉപദേശിക്കാൻ അങ്ങോട്ട് ചെന്നേച്ചാ മതി, വലിച്ചു കീറും. വയലന്റ് ആയി തുടങ്ങിയില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യുന്ന ഇത് പിടി. ഇത് അപ്പുകുട്ട സാർ തന്നു വിട്ടേ. അപ്പൊ ശരി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. റൊണാളെ നോക്കിയൊക്കെ നില്ല് കേട്ടോ. ഓ ശരി, വാ. പെട്ടെന്നങ്ങ് പൊക്കോ കേട്ടോ. ഓ, എന്ത് ബിരിയാണി ആയിരിക്കും? ബിരിയാണി ആയിരിക്കും. ബിരിയാണി? എന്ത് ബിരിയാണി? നന്നത്തെ ബിരിയാണി കാണുന്ന ബിരിയാണി ഉണ്ടായിരുന്നു. മെസ്സേജ് കിടപ്പുണ്ട്. ഫ്ലെക്സ് കിട്ടിയ ബിരിയാണി തിന്ന്, വെട്ടി മുറിച്ച് തിന്ന്. പഴയ ഫ്ലെക്സ് എന്തിന് കൊണ്ടു അങ്ങോട്ട്? ഞാൻ അപ്പുകുട്ട സാറിനോട് ചോദിച്ചിട്ട് മേടിച്ചതായത്. അവിടെ എന്താ ഈ പരിസ്ഥിതിയുടെ ഒക്കെ പോസ്റ്റർ എല്ലാം പഴയത് പുള്ളിക്കാരൻ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ മല്ലി മുളകൊന്നും ഉളക്കാൻ ഒന്നുമില്ല. അപ്പൊ ഞാൻ 2 എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് കൊടുത്തു വിട്ടതാ. പൊതിഞ്ഞു വെച്ചേക്കുന്ന പൊതിഞ്ഞ് വെക്കണത് എല്ലാം തിന്നാനാണോ? ആണോ? എനിക്ക് നല്ല വർത്താനം പറയാനാ തോന്നുന്നു റൊണാൾഡേ. മറകൂടെ. ഓ, ഇവിടെ മുറ്റത്തോട്ട് ഇറങ്ങണില്ലേ? മുറ്റത്തോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അവൻ? എന്താ ഏതാണെന്ന് അറിയാനും പറ്റണില്ല. ചേച്ചി, നീ വന്നേ. ഞാൻ പറയണവനും കേട്ടാ മതി കേട്ടോ.
ചുമ്മാ ഒരു വഴക്കുണ്ടാക്കരുത്. ഞാൻ എത്ര നേരമായി നിന്നെ നോക്കിയിരിക്കും. ഡാഡാ ഒന്ന് എഴുന്നേറ്റ് പോയിക്കേ. ഈ ചേട്ടൻ എഴുന്നേറ്റ് ഞങ്ങൾ ചേട്ടൻ സംസാരിക്കട്ടെ. അതെ, ഇവിടെ വേറെ റൂമൊന്നും ഇല്ലേ? ഈ മുറിയിൽ മാത്രം ഏട്ടൻ വരത്തില്ല, അതുകൊണ്ടാ. നീ അപ്പുറത്ത് വന്ന് സംസാരിക്കും. ചിലര് വർത്താനം പറയട്ടെടാ. ഈ സ്വന്തം ബ്രദറിന് ഇത്രയും പേടിയാ? ബ്രദർ, അവനെ ബ്രദർ എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? അതെന്ത്? എന്താ പറയണത്? കൊടുവാളെടുത്ത് വെട്ടാൻ നിൽക്കല്ലേ? നമുക്ക് വല്ലതും കഴിച്ചായിരുന്നു ഇവിടെ? നിർബന്ധിച്ചപ്പോൾ രാവിലെ 4 ദോശ കഴിച്ച്. ഇപ്പൊ ഈ സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ല. മണി 3 കണ്ടായില്ലേ. ചുമ്മാ വിളിക്കാൻ ചെല്ലുമ്പോ എന്തൊരു ദേഷ്യ വേച്ചി. എന്റെ അപ്പച്ചനാണ് കിടക്കാൻ വയ്യാത്തത്. ഇത് ആരുടെ ദേഷ്യ ചെറുക്കന് കിട്ടിയെന്ന്? ആരുടെ ദേഷ്യം എന്നറിയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ദേഷ്യം ക്ലീറ്റ ചേട്ടനോടാ. ആ പാവ എന്ത് ചെയ്തിട്ടാണെന്ന് പക്ഷെ റൊണാൾഡ് ബ്രോ പറയണ, എന്നിട്ട് റൊണാൾഡ് ബ്രോ പറഞ്ഞ് ക്ലീറ്റസ് അങ്ങ് മനപ്പൂർവ്വം കയറി പണിഞ്ഞെന്നാണല്ലോ. ഇത് ക്ലീറ്റോ അങ്ങനെ ചെയ്യും. വേറെ പണിയൊന്നുമില്ല. ആണോ? അവൻ ആരെങ്കിലും പറഞ്ഞ കേട്ടത് ഉള്ളാൻ നടക്കണതാ. ക്ലീറ്റോ കാര്യം ഒരു തമ്മിൽ വഴക്കുണ്ടാക്കുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ക്ലീറ്റ ചേട്ടൻ ഇത്രയും വലിയ പണിയൊന്നും കൊടുക്കത്തൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചീത്തയൊക്കെ വിളിക്കുമായിരിക്കും, വഴക്കുണ്ടാക്കുമായിരിക്കും. അതല്ലാതെ അവന് ദ്രോഹമാവണത് ക്ലീറ്റോയും ചെയ്യൂല, ആരോട്ട് ചെയ്യാനും സമ്മതിക്കില്ല. ഇവൻ ഇതെന്താ മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇവൻ ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവനല്ലേ? ആരും എന്തോ പറഞ്ഞു കേട്ടെന്നും പറഞ്ഞു ഉടനെ ക്ലീറ്റോന്റെ മുതുകത്തോട്ട് കയറാൻ ഏഷണി കയറ്റി കൊടുക്കാൻ കുറേ ചേച്ചി. അതാണ്. നിന്റെ വല്ലതും പറഞ്ഞാ? അയ്യോ, എന്നെ പറയുന്നൊക്കെ കേക്കണം. എന്തോ എവിടെയാ നീ? ഇവിടെ ഉണ്ട്. ഞാൻ വന്ന് അറിഞ്ഞിട്ടുണ്ടാവോ? ചേച്ചി പോവല്ലേ, ഇവിടെ ഇരിക്കാൻ പോരാ. പോവല്ലേ? എന്നെ ഇവിടെ കണ്ടോന്ന് ചോദിച്ചിട്ട് നീ ഒന്നും കണ്ടിട്ടില്ല കേട്ടാ. ഒന്നും കണ്ടിട്ടില്ല. വന്നേട്ടാ. നീ എവിടെ പോയിരുന്നേ? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നല്ലോ. ഏട്ടൻ ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങിയില്ലേ? ആ, ഉറങ്ങി. കണ്ണടയ്ക്കുമ്പോ മുന്നിൽ നിൽക്കുക, മനുഷ്യനെ കളിയാക്കും പോലെ. എന്തുവാണ്? എന്തുവാന്നാ? ക്ലീറ്റോ ചേട്ടൻ അല്ലല്ലോ ഏട്ടാ. എടീ, ഒരു കാര്യം, അതായത് അവനെ ഞാൻ അളിയനായിട്ടല്ല കണ്ടത്, കൂടപ്പറപ്പിനെ പോലെ കണ്ടത്. അവിടെ ഒരു പ്രശ്നം വന്ന് ഞാൻ എപ്പോഴാണ് ഇല്ലായിരുന്നത്? എല്ലാ ഏടാകൂടത്തിൽ പോയി ചാടും. അവിടേക്ക് രക്ഷിക്കാൻ ഞാൻ ഉണ്ടായിരുന്നു. അവനാണ് ഈ തെറ്റിത്തരം കാണിച്ചത്. ഒരു കാര്യം പറയാം, ഇതിനകത്ത് ഈ പഠിച്ചിനകത്തവനെ കേട്ടില്ലേ, കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്ക്. നീ ഞൊട്ടും കൊറേ കൊല്ലടാ. നീ കൊല്ലുവോ? നീ ആണാണെങ്കിൽ ഒന്ന് കൊന്നു കാണിക്ക്. നിന്റെ ചെറുവരിൽ അനുകൂലമില്ല മനുഷ്യന്റെ നേരെ. നിനക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? ക്ലീറ്റോ ആണ് സസ്പെൻഡ് ചെയ്തതല്ലേ? അതെ, ക്ലീറ്റോ തന്നെയാണ് സസ്പെൻഡ് ചെയ്തത്. നീ എന്താ ചെയ്യണത്? ഒന്ന് ചെയ്ത് കാണിച്ചേ നീ. അല്ലേ, കുറെ നേരമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇതെന്താ സസ്പെൻഷൻ കിട്ടുന്ന ആദ്യത്തെ ആളാണോ ഇവൻ? ലോകത്ത് എന്തോരം ആൾക്കാർക്ക് സസ്പെൻഷൻ കിട്ടുന്നുണ്ട്. ഇവനെ പോലെ താടി മീശയും വളർത്തി കഞ്ഞിയും കുടിക്കാതെ ഇങ്ങനെ പട്ടിണി കിടക്കുകയാണോ എല്ലാവരും? സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോ സസ്പെൻഷൻ ഒക്കെ പതിവാ. അതിന് വേണ്ടിയിട്ട് ആരും ആത്മഹത്യ ചെയ്യാനും സന്യസിക്കാനൊന്നും പോയിട്ടില്ല ഇതുവരെ. അല്ലെങ്കിൽ തന്നെ ഇവൻ അറിയാൻ പാടില്ലേ ക്ലീറ്റോ നീ വായും വർത്താനോ മാത്രമേ ഉള്ളൂ, അതിന് ഒരു കഴിവുമില്ല. ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ അതിനേക്കാൾ ബുദ്ധി നിനക്കില്ലേ? എന്നിട്ടാണ് അതിനെങ്ങനെ കുറ്റം പറയുന്നത്? ഇനി എന്താ നിനക്ക് വരുമാനം കുറഞ്ഞതിന്റെ വിഷമാണെങ്കിൽ അത് പറ, അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. വരുമാനം ഒന്നും പോയിട്ടില്ല ചേച്ചി. സസ്പെൻഷൻ അലവൻസ് കിട്ടും. നേരത്തെ സാലറിന്ന് പിടുത്തൊക്കെ കഴിഞ്ഞ് കിട്ടണത് തന്നെ ഇപ്പൊ സസ്പെൻഷൻ അലവൻസ് ആയിട്ട് കിട്ടും. എന്നാ പിന്നെ സസ്പെൻഷൻ അല്ലേ നല്ലത്? ജോലിക്ക് പോകാതെ പൈസ കിട്ടുമല്ലേ? അത് പക്ഷേ ഏട്ടനും ജോലിക്കൊന്നും വേറെ ജോലിക്കൊന്നും പോകില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടേ ഗസറ്റഡ് ഓഫീസറുടെ? ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ ഉള്ളത്? ക്ലീറ്റ വിചാരിച്ചാ നടക്കൂലേ? ആഹാ, അപ്പൊ നിനക്ക് അറിയാം ആ മനുഷ്യൻ വിചാരിച്ച ഒന്നും നടക്കൂല. എന്നിട്ടാണ് ആ മനുഷ്യനെ മുഖത്തോട്ട് കുതിര കയറുന്നത്. കേരളത്തിലല്ലോ, കേന്ദ്രത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഡൽഹിയിൽ അങ്ങോട്ട് മുത്തപ്പനല്ലേ ഇരിക്കുന്നത്? ചെല്ലുമ്പോഴത്തേന് ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട്. ഇവരെന്തെങ്കിലും കഴിച്ചോടി? കഴിച്ചിട്ടില്ലേ? നിന്റെ അണ്ണാക്കിൽ എന്തെങ്കിലും കയറിയിരിപ്പുണ്ടോ? അതാ വേണ്ടാത്തത്. ചോറ് വിളമ്പിക്കൊണ്ടുവന്നേടി. ഇവൻ കഴിക്കുമല്ലോ എന്ന് എനിക്കൊന്നും അറിയണമല്ലോ. എടുത്തോണ്ട് വരട്ടെ? നീ പോണ്ട, ഞാൻ പോകാം. ഇവനെന്താ വായിക്കാത്തിരിക്കണേന്ന് എനിക്കൊന്നും അറിയണം. ഇതാരാണ് ഉണ്ണിയാർച്ചേ? അവന്റെ വെളച്ചില് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനത് നോക്കട്ടെ. ചേച്ചി കലക്കി. ഈ പേടിച്ചിരുന്ന ചേച്ചിക്ക് എവിടുന്ന് കിട്ടി ഇത്ര ധൈര്യം? എടി ക്ലീറ്റോനെ കൊല്ലൂന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും കേട്ടിരിക്കാൻ പറ്റുമോ? കൊല്ലൊന്നുമില്ല ചേച്ചി, ആ പറഞ്ഞ ഒഴുക്കിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതെ, പറഞ്ഞ ഒഴുക്കിൽ പറയണതായിരിക്കും. പക്ഷെ അത് കേട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. പാവത്തിന് എന്റെ കെട്ടിയോനല്ലേ.
ചേച്ചി അങ്ങോട്ട് ദേഷ്യപ്പെട്ടപ്പോൾ ആള് പൂച്ചയായി പോയി. ആടി ഞാൻ വിചാരിച്ചത് എനിക്ക് 2 കിട്ടൂന്നാ, എന്നാലും വേണ്ടില്ലാന്ന് ഓർത്ത് പറഞ്ഞതാ. പക്ഷെ മിണ്ടി കൊടുത്തില്ലല്ലോ. അയ്യോടി മോളെ, ഒരു കാര്യം മറന്നുപോയി പറയാൻ. എന്തോ? അത് ഈ ഒഴുക്കിൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ. വാ കേൾപ്പിച്ചരാം. പിന്നൊരു കാര്യം, ഇന്ന് ഞാൻ ചോറെടുത്ത് തരും, നാളെ ചോദിച്ച് മേടിച്ച് കഴിച്ചോളണം. ഇല്ലെങ്കിൽ അറിയാലോ എന്റെ സ്വഭാവം. പിന്നെ ഈ തോടി മുടി ഇതൊക്കെ ഇന്ന് വൈകുന്നേരത്തിനകം വെട്ടി വൃത്തിയാക്കിയിട്ട് എന്നെ വന്ന് കണ്ടോണം. എന്റെ സ്വഭാവം വെറുതെ മാറ്റരുത് നീ. നീ ആരെ പഠിക്കാൻ പറ്റി? കഴിപ്പിക്കാനും കുളിപ്പിക്കാനും വന്നേക്കണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതൊക്കെ താഴെ ചെയ്താൽ മതി. ഇനി ഇതും പറഞ്ഞ അടുത്ത് വന്നാ മുട്ടുകാലും ചവിട്ട് പിടിക്കും. അറിയാലേ? അറിയാലേ? എവിടെ പോണ? പുറത്തിറങ്ങി ഇറങ്ങിപ്പോയി. ഭരിക്കാൻ വന്നേക്കാനുള്ളത്. ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ, സെക്കൻഡ് ടേക്ക് കയ്യിൽ പോയി. Aliens